ആക്രി വറക്കാൻ പോണതല്ല, അടുക്കളയിൽ കുറേ നാളായിട്ട് ഒളിച്ചിരിക്കണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ. അപ്പൊ ഇന്ന് നമുക്ക് ഇവരെ സുന്ദരി സുന്ദരന്മാരൊക്കെ ആക്കിയെടുക്കാം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഇത് മിസ്റ്റർ കോളാമ്പി, ഒരു 22 വർഷത്തെ പഴക്കം. ഇത് മിസ്റ്റർ കോടം, ഒരു 10 വർഷം, അല്ല സോറി 15 വർഷത്തെ പഴക്കം. ഇവർ രണ്ടുപേർക്കും. അപ്പൊ പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് നല്ല കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് മേക്കപ്പ് ഇട്ട്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ, പ്രൈമർ, കൺസിലർ അങ്ങനൊന്നും വേണ്ട. ഈ ഒരു ഒറ്റ കുപ്പിയിൽ കാര്യം നടക്കും. ഇത് വെൻകോട്ട് ബ്രാൻഡിന്റെ ഗോൾഡൻ സ്പ്രേ പെയിന്റ് ആണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഫിനിഷിംഗിൽ ഇത് കിട്ടുമെന്ന്. കാരണം എൻ്റെ അടുത്ത് കടക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചിട്ട് പെയിന്റ് അടിച്ചാൽ മതിയെന്ന്. പിന്നെ ആ നേരത്തെ സാൻഡ് പേപ്പർ കണ്ടില്ല, അപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് പെയിന്റ് അടിച്ചു. സ്പ്രേ പെയിന്റ് അടിച്ചാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഞാൻ ഞെട്ടിപ്പോയി, കാരണം 15 മിനിറ്റ് കൊണ്ട് സാധനം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചട്ടിയും കല്ലവും കുടവും എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ കോളാമ്പി എവിടെ വെക്കുന്നു വിചാരിച്ച് കുറേ നേരം തലപൊകച്ചു, കാരണം ഇതിന് കുറേ സ്പേസ് ആവശ്യമുണ്ട്. അങ്ങനെ മമ്മി പറഞ്ഞൊരു ഐഡിയ ആണ്, ഈ ഒരു ഫ്ലവർ റൈസിന്റെ മുകളിലേക്ക് ഈ കോളാമ്പി അങ്ങോട്ട് സ്ഥാപിച്ചു. അടിപൊളി. ഇനി ഇവനൊന്ന് പച്ചപ്പിക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെടികളും മേടിച്ചിട്ടുണ്ട്. ടനേങ്, എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. ഇനി കുടത്തിന് നമ്മൾ എവിടെ സ്ഥാപിക്കും? കിട്ടി കിട്ടി കിട്ടി, ദേ അടുക്കളയിൽ ഒരു കോർണർ വെറുതെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഓം ക്രീം കുട്ടിച്ചാത്ത ചെടി വരട്ടെ. പ്യും. ആഹാ, ഈ വെള്ളപ്പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി കുഞ്ഞു കുടം അത് ടീപ്പോയിലിരിക്കട്ടെ, അതിന് പറ്റിയ സ്ഥലം അതന്നെയാ. വരട്ടെ വരട്ടെ, ചെടി വരട്ടെ. ആഹാ, പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ് കണ്ടാ പറയില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. വെറുതെ പറഞ്ഞതാ. എനിക്ക് എന്തായാലും ഈ പ്ലാന്റ്സ് നല്ല ഇഷ്ടമായി, നല്ല ഒറിജിനാലിറ്റി ഫീൽ ആയിക്കണ പ്ലാന്റ്സ്. ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, ഇനി ബാക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.